സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലാണ് ഞങ്ങളിപ്പോൾ. ഈ വലിയ ഈ ശുശ്രൂഷ നടക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരിലും നിൻ്റെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്ത നാൾ ശ്രീഹന്മാരിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഓരോ മക്കളിലേക്കും വ്യാപരിച്ചപ്പോൾ അഭിഷേകത്തിൻ്റെ അഗ്നി ജ്വലിച്ച് അവർക്ക് മാനസാന്തരം സംഭവിച്ചതുപോലെ യേശുവെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മാനസാന്തരം ഉണ്ടായി നിന്നെ പാടിപ്പുകഴ്ത്തുന്ന ഒരു പുതിയ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. യേശുവേ, എന്നെ നീ അഭിഷേകം ചെയ്യണം. ഇവിടെയുള്ള ഓരോ മക്കളെയും, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങ് വരെ കടന്നു ചെല്ലും, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും കടന്നു ചെല്ലും. ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അഗ്നി ഓരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഇറങ്ങിച്ചെല്ലുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ കർത്താവേ, അങ്ങയുടെ ആത്മാവ് ഞങ്ങളിലേക്ക് ഇറങ്ങി വരാൻ തീഷ്ണതയോടെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ഓരോ മക്കളിലേക്ക് നിറയട്ടെ, 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 നിറയട്ടെ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ അഗ്നി ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ഈ മക്കളുടെ എല്ലാ അസ്വസ്ഥകളും വിട്ടുമാറട്ടെ, നിരാശ വിട്ടുമാറട്ടെ, ആത്മഹത്യ ചിന്തകൾ വിട്ടുമാറട്ടെ, കടഭാരങ്ങൾ ഈ സമയത്ത് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ അന്ധകാര ശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിക്കുന്നു. എന്റെ ദുരാത്മാക്കളെ ദുഷ്ടശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിക്കുന്നു. വചനം ശ്രമിക്കുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ ആ വലിയ ശക്തി പ്രവഹിക്കുന്നു. ദൈവത്തിന്റെ സമാധാനം ഇപ്പോൾ ഇറങ്ങി വരുന്നു. യേശുവിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാപരിക്കുന്നു. ഏലിയായിലുള്ള അഭിഷേകം, ഏലീശായിലുള്ള അഭിഷേകം, ദാവീദിലുള്ള അഭിഷേകം, പരിശുദ്ധ അമ്മയിലുള്ളതായ പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ അഗ്നി ഇപ്പോൾ ഈ മക്കളെ ജ്വലിച്ചുയരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശുദ്ധി തന്നെയായ ദൈവത്തിൻ്റെ സ്വന്തമാവുക എന്നുള്ളതാണ്. വിശുദ്ധി തന്നെയായ ദൈവത്തിൻ്റെ സ്വന്തമാകുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സഹനം. സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടതായിട്ട് വരും. സഹനം ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. എനിക്ക് സഹനങ്ങളുണ്ട്, നിങ്ങൾക്ക് സഹനങ്ങളുണ്ട്. പാവപ്പെട്ടവരിൽ സഹനങ്ങളുണ്ട്, പണക്കാരിൽ സഹനങ്ങളുണ്ട്. ഉയർന്നവരിൽ സഹനങ്ങളുണ്ട്, താഴ്ന്നവരിൽ സഹനങ്ങളുണ്ട്. പല രീതിയിലായിരിക്കാം നമുക്ക് സഹനങ്ങൾ. ഒന്ന് മാനസികമായിട്ടുള്ള സഹനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, ഉത്കണ്ഠകളായിരിക്കാം, ആകുലതകളായിരിക്കാം. ഇങ്ങനെയുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയമക്കളെ, നമ്മുടെ മനോഭാവം എന്താണെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തെ പഴിചാരാറില്ലേ? എന്തുകൊണ്ട് എനിക്ക് ഈ സഹനങ്ങൾ എൻ്റെ ദൈവം എനിക്ക് തന്നു? എന്ത് പാപം ചെയ്തിട്ടാണ് എനിക്ക് ഈ സഹനങ്ങൾ ഉണ്ടായത്? ഞാൻ ജനിച്ചത് മുതൽ എനിക്ക് സഹനങ്ങളാണ്. ആരും എന്നെ കാണാനില്ല, ആരും എന്നെ കേൾക്കാനില്ല. ശരീരവും മനസ്സും മുഴുവൻ സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നെ ആര് രക്ഷിക്കുമെന്ന്, ദൈവം പോലും എന്നെ മറന്നുപോയോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പഴിചാരുന്ന മനോഭാവത്തിലേക്ക് ഞാനും നിങ്ങളും പലപ്പോഴും കടന്നു വന്നിട്ടില്ലേ പ്രിയ മക്കളെ? എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് സഹനങ്ങൾ നൽകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുന്നതെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. പത്രോസ് വിശ്വാസികളോട് പറയുകയാണ്, തൻ്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. ഈ വചനഭാഗം എൻ്റെ നിങ്ങൾ പ്രിയ മക്കളെ നമ്മൾ ഓർക്കുക.
ഇവിടെ നിൽക്കുന്ന ഓരോ മക്കളും, ഇത് കേൾക്കുന്ന ഓരോ മക്കളും ശ്രദ്ധിക്കട്ടെ. തന്റെ നിത്യ മഹത്വത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു. എൻ്റെ നിങ്ങളെ ആത്യന്തികമായിട്ടുള്ള വിളി എന്ന് പറയുന്നത് നിത്യമഹത്വം അല്ലെങ്കിൽ സ്വർഗരാജ്യമാണ്. ദൈവം തമ്പുരാൻ നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചത് ഇവിടെ നല്ലൊരു ജീവിതം നയിച്ച്, ദൈവത്തിന് അനുരൂപമായ ഒരു ജീവിതം നയിച്ച് അവസാനം നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഞാനും നിങ്ങളും ഇന്നത്തെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സ്വർഗരാജ്യം, സ്വർഗത്തിന്റെ അനുഭവമൊക്കെ മനസ്സിലാക്കുവാൻ പലർക്കും സാധിക്കുന്നില്ല. അത്രയ്ക്കും ഈ ലോകത്തിന്റെ മോഹങ്ങൾ ഓരോ മക്കളെയും മാടി വിളിക്കുകയാണ്. ലോകത്തിലൂടെ ഓരോ മക്കളും ചരിക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം അറിയാൻ പറ്റാതെ, ദൈവത്തിന്റെ ശക്തി അറിയാൻ പറ്റാതെ, ദൈവമഹത്വം അറിയാൻ പറ്റാതെ, സ്വർഗത്തിന്റെ ആ വലിയ അനുഗ്രഹം, സ്വർഗത്തിന്റെ സന്തോഷം അറിയാൻ പറ്റാതെ അനേകം മക്കൾ ഇന്ന് ഇതാ ദൈവസന്നിധിയിൽ നിന്നും അകന്ന് പിശാചിന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയമായത്. അതെ എൻ്റെ പ്രിയ മക്കളെ, നമ്മൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം, നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, നമ്മൾ തീവ്രതയോടെ പ്രാർത്ഥിക്കേണ്ട സമയമായി. സ്വർഗവും സ്വർഗരാജ്യവും ഉണ്ടെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണമേ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടു പോകുമെന്ന് എത്ര മക്കൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു രോഗം വന്നാൽ മതി, അറ്റാക്ക് വന്നാൽ മതി, ഞാനും നിങ്ങൾ പോകും ഈ ലോകം വിട്ട്. പക്ഷേ സാത്താൻ നമ്മളോട് പറയും, ഈ ലോക ജീവിതമാണ് നിനക്ക്, ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ കുടുങ്ങി ഇനിയും എനിക്ക് പണം സമ്പാദിക്കണം, ഇനിയും ഈ ലോക സുഖങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ലോക ജീവിതം കഴിഞ്ഞുള്ള സ്വർഗത്തെ ലോക ജീവിതത്തെ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഇനിയും ഒത്തിരി നാൾ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാ. അത് സാത്താൻ കൊണ്ടിടുന്നതാ. പ്രിയ മക്കളെ, നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകാം. നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകാം. എപ്പോൾ വേണം ഇന്ന് നമുക്കറിയാം. പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര പേര് ഒരുങ്ങി ദൈവസന്നിധിയിലേക്ക് പോകുന്നുണ്ട്, എത്ര ആത്മാക്കൾ പോകുന്നുണ്ടെന്നാ ഞാനും നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ ഈ രാത്രി ചിന്തിക്കേണ്ട ദിവസം ഇതാ, സമയം ഇതാ. ഈ ലോക ജീവിതം വിട്ടും കഴിഞ്ഞ് സ്വർഗലോക ജീവിതം ലക്ഷ്യമാക്കി പോകാനുള്ള ഒരു അനുഗ്രഹത്തിന്റെ അഭിഷേകം ഇന്ന് നമുക്ക് ലഭിക്കണം. എല്ലാ ദിവസവും ദൈവത്തെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ച എൻ്റെ കർത്താവേ, ഇന്ന് ഞാൻ എൻ്റെ ഈ ലോക ജീവിതം അവസാനിക്കുന്ന ഒരു നിമിഷം നീ എൻ്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് സ്വർഗം കിട്ടണമെന്നുള്ള ആ മനോഭാവത്തിലും തീവ്രതയിലും തീഷ്ണതയിലും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ, ദൈവത്തിൻ്റെ സ്വാന്തന ശബ്ദം നമ്മളിലേക്ക് വരുമ്പോൾ, ദൈവം നമ്മളെ വളരെ ശക്തമായിട്ട് സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈ സ്വർഗവും സ്വർഗരാജ്യവും ഒരു അനുഭവ വേദ്യമായി മാറുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങൾ ഈ ലോക ജീവിതം വിട്ടു പോകുമെന്നുള്ളതായ ഒരു ബോധ്യം നമുക്ക് വേണം. എനിക്ക് മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകണമെന്നുള്ള ഒരു ചിന്ത. ഇതാണ് നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, എല്ലാവരും പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാല സഹനത്തിന് ശേഷം, മുഴുവൻ സഹനം എന്ന് പറയുന്നില്ല, അല്പകാല സഹനത്തിന് ശേഷം. എന്തിനാണ് ആ സഹനം? നിങ്ങളെ പൂർണ്ണരാക്കുകയും. സഹനം എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് അല്പകാലം ഈ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയ മക്കളെ, ഈ സഹനത്തെ നോക്കി നമ്മൾ നിരാശപ്പെടരുത്. എനിക്ക് എന്തിന് ഈ സഹനം തന്നു? സഹനത്തിന്റെ അപ്പുറത്ത് കാണുന്ന അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു അഭിഷേകം നമുക്കുണ്ടാകണം. സഹനത്തെ നോക്കി ഭയപ്പെട്ട് പേടിച്ച് വിറച്ച് നിൽക്കാതെ സഹനത്തിന്റെ അപ്പുറത്തെ നന്മ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ അല്പകാല സഹനത്തിന് ശേഷം നിന്നെ പൂർണ്ണരാക്കാൻ വേണ്ടിയിട്ടാ. ഉണ്ടോ? സഹനം വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകരുത്. നമ്മളെ പൂർണ്ണരാക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ വിശുദ്ധനല്ല, നിങ്ങളും വിശുദ്ധരല്ല. നമ്മളിൽ ബലഹീനതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. ഈ ബലഹീനതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ മാറ്റപ്പെടുന്നത് സഹനത്തിന്റെ ചൂളയിലൂടെ കടന്നു പോകുമ്പോഴാ. സഹനത്തിന്റെ ചൂളയിലൂടെ അങ്ങനെ കടന്നു പോകണം. എങ്കിലേ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയുള്ളൂ. സഹനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിയ മക്കളെ നിങ്ങൾ ഓടരുതേ. എൻ്റെ കർത്താവ് എന്തിന് എനിക്ക് സഹനമെന്ന് നിങ്ങൾ കരഞ്ഞ് നിലവിളിക്കരുതേ. നിന്റെ ദൈവം ഇത് കാണുന്നുണ്ട്. നിന്റെ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് സഹനങ്ങൾ വരുന്നെന്നുള്ളതായ മനോഭാവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകളെല്ലാം മായ്ക്കപ്പെടണമെങ്കിൽ സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു ഭാര്യയും ഭർത്താവും എന്നും ബഹളം.
ജീവിതത്തിൽ. ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവ് 2 പറയും, ഭർത്താവ് 2 പറയുമ്പോൾ ഭാര്യ 3 പറയും. അവർ പരസ്പരം അംഗീകരിക്കാത്ത ഒരവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. കുടുംബത്തിൽ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന നിമിഷം ഇതാ ഈ ഭാര്യ, ഈ മകൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയാണ്. സഹനം സ്വന്തം വിശദീകരണത്തിനാണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയ ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്കെതിരെ പറയുന്നു, അത് കേട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ സഹനം സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചെങ്കിലേ തിരിച്ചു പറയുന്ന എൻ്റെ മനോഭാവമുള്ള ആ സഹനം അല്ലെങ്കിൽ ആ ബലഹീനത മാറ്റപ്പെടുകയുള്ളൂ. അവൾ ദൈവത്തോട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ യേശുവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇങ്ങനെയുള്ളതായ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോൾ എന്നെ സഹായിക്കണമേ. ഭർത്താവ് കുറ്റങ്ങൾ കുറവുകളെല്ലാം പറയുമ്പോൾ, എന്നെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ, എൻ്റെ തമ്പുരാനെ എനിക്ക് പിടിച്ചു നിന്നുകൊണ്ട് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ സഹനങ്ങൾ ദൈവത്തിന് കൊടുക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ഈ മകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പ്രിയ സഹോദരങ്ങളെ. അതിനുശേഷം ഈ മകൾ ശക്തമായ പ്രാർത്ഥന അഭിഷേകത്തിൽ കടന്നു വന്നപ്പോൾ ഭർത്താവ് പറയുന്ന ഓരോരോ കാര്യങ്ങളും, എതിരെ പറയുന്ന ഓരോരോ കാര്യങ്ങളും ഇവൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അവൾക്ക് സാധിക്കുക. അവളുടെ ബലഹീനത എന്താണെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അവളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു ദിവസം രാത്രിയിൽ ഈ ഭാര്യയോട് ചോദിച്ചു, നിന്നിൽ ഒത്തിരിമാത്രം മാറ്റങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? പലപ്പോഴും നിന്നെ ഞാൻ പരാതിപ്പെട്ട് പറയുമ്പോൾ, നിനക്കെതിരെ ഞാൻ പറയുമ്പോൾ നീ പ്രതികരിക്കുന്നത്, നീ എന്തുകൊണ്ട് പ്രതികരിക്കാതെ ഇത്രമാത്രം സഹനത്തിലൂടെ അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പോകുവാനായിട്ട് സാധിക്കുന്നത്? അവൾ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടപ്പോൾ എന്നിൽ ഒത്തിരി കുറവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കുറ്റം പറയുന്ന, അങ്ങയെ കുറ്റം പറയുന്ന, ഭർത്താവിനെ കുറ്റം പറയുന്ന മനോഭാവമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വിശുദ്ധീകരണത്തിന് അങ്ങയിലൂടെ ഇങ്ങനെയുള്ളതായ വാക്കുകൾ വരുന്നത് ഞാൻ തിരിച്ചു പറയാതെ ദൈവത്തിന് അത് കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് ഞാൻ കടന്നു വരണം, അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് ഞാൻ കടന്നു വരണം എന്നെനിക്കറിയാമായിരുന്നു. ഈ ഭർത്താവും അതുപോലെ ചിന്തിക്കുകയാണ്, എനിക്കും ഇങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്, കുറ്റം പറയുന്ന, കുറവുകൾ പറയുന്ന സ്വഭാവം, ഞാനും അത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം നന്മകൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് തുടങ്ങി. ആ കുടുംബജീവിതം അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ്. സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന് നമ്മളെ പൂർണ്ണരാക്കുന്നതാണെന്ന് എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അല്പകാലത്തെ സഹനത്തിന് ശേഷം എപ്പോഴും സഹനമില്ല പ്രിയ സഹോദരങ്ങളെ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, ഒരു സഹനം കഴിഞ്ഞ് അപ്പുറത്തൊരു അനുഗ്രഹമുണ്ട്, അത് വേറൊരു തലമ. അനുഗ്രഹം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ നമുക്കൊരു ചെറിയ സഹനമുണ്ടാകാം, ആ സഹനം കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തും വലിയൊരു അനുഗ്രഹമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിലിലേക്ക് നമ്മൾ കടന്നു പോവുക. എന്നിട്ട് പറയുകയാണ്, അല്പകാല സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും. എന്തിലാ നമ്മളെ സ്ഥിരീകരിക്കുന്നത്? എന്തിലാ നമ്മളെ സ്ഥിരീകരിക്കുന്നത്? ദൈവവിശ്വാസത്തിൽ നമ്മളെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാ പ്രിയ മക്കളെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. പൂർവ്വപിതാവായ അബ്രഹത്തിന്റെ കാര്യം നമ്മൾ എടുത്തു നോക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ഇപ്രകാരം പിതാവായ ദൈവം പറയുകയാണ്, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്. ഇതൊന്നും നമ്മൾ ഓർത്തു നോക്കി. അബ്രഹാം പിതാവിനെ സംബന്ധിച്ചോളം ദേശം വിടണം, ബന്ധുക്കളെ വിടണം, പിതൃഭവനം വിടണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാ. പക്ഷേ ദൈവം പറഞ്ഞപ്പോ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഇത് അബ്രഹാം പിതാവ് തയ്യാറായി. അവിടെ കൊണ്ട് തീരുന്നില്ല അബ്രഹാം പിതാവിൻ്റെ പരീക്ഷണം അല്ലെങ്കിൽ സഹനം. ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഭൂമിയിലെ മണൽത്തരികളെ പോലെ നിനക്ക് ഞാൻ കുഞ്ഞുങ്ങളെ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാന വാർദ്ധക്യത്തിൽ ഇത് അബ്രഹാം പിതാവ് ഇസാക്കിന് എന്ന ഒരു കുഞ്ഞിനെ നൽകുകയാ. എന്നിട്ട് അതേ ദൈവം തന്നെ പറയുകയാണ്, നീ ഈ മകനെ കൊണ്ടുപോയി മലയിൽ കൊണ്ടുപോയി, മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണമെന്ന്. അബ്രഹാം പിതാവിന് അറിയാം, ഈ മകനിലൂടെയാണ് ഇനി സന്താന പരമ്പരകൾ ഉണ്ടാകേണ്ടത്, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ നൽകണമെങ്കിൽ അബ്രഹാം പിതാവിലൂടെയാണ് ഉണ്ടാകേണ്ടത്. ആ ദൈവമാണ് പറയുന്നത്, നീ മകനെ കൊണ്ടുപോയി മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ പോലെ നിങ്ങളെ പോലെയും ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം പിതാവ് എങ്കിൽ
പ്രിയ മക്കളെ, അബ്രഹാം പിതാവ് ആ ദിവസങ്ങളിൽ ഉറങ്ങിക്കാണുമോ? ഉറങ്ങിക്കാണില്ല. സ്വന്തം മകനെ മോറിയ മലയിൽ കൊണ്ടുപോയി സ്വന്തം കൈകൾ കൊണ്ട് കൊല്ലണം. ഏത് പിതാവിന് അത് സാധിക്കും? അങ്ങനെ വിഷമത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ രണ്ട് ശക്തികൾ അബ്രഹാം പിതാവിനോട് പറയാം. ദൈവത്തിന്റെ ശക്തി ഇപ്രകാരം പറയും, മോനെ അബ്രഹാമേ, ഞാനാണ് നിന്റെ ദൈവം. ഇതാ ഈ കല്ലുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിന്റെ മകനെ കൊണ്ടുപോയി നീ മോറിയ മലയിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുക. ഇപ്രകൃതി ചിലപ്പോൾ തിന്മയുടെ സ്വാധീനം, പിശാചിന്റെ ശക്തി പറയാം, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ദൈവം പ്രവചനത്തിലൂടെ പറഞ്ഞതാ, ആകാശത്തിൽ നക്ഷത്രത്തെ പോലെ കുഞ്ഞുങ്ങളെ ജനം നിനക്ക് നൽകുമെന്ന്. അത് ഇസ്ഹാക്കിലൂടെ ഉണ്ടാകേണ്ടത്. നീ ഈ ഇസ്ഹാക്കിനെ കൊന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ സന്താന പരമ്പര നിലനിൽക്കുക? നീ ഈ കേട്ട സ്വരം ദൈവിക സ്വരമാണ്, നിന്നോട് ആരാ പറഞ്ഞത്? ഇങ്ങനെ വേണമെങ്കിൽ സാത്താൻ ചിലപ്പോൾ ചിന്തിപ്പിച്ചിരിക്കാം. പ്രിയ സഹോദരങ്ങളെ, അബ്രഹാം പിതാവ് എന്താണ് ചെയ്തത്? ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ മകനെയും കൊണ്ടുപോയി മോറിയ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. മോറിയ മലയിലേക്ക് ഈ മകനെ കൊണ്ടുപോവുകയാണ്. വീണ്ടും പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോറിയ മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ തീയും വിറകുമുണ്ട്, ബലി വസ്തുവെടെ, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഏതൊരപ്പന്റെ മനസ്സ് തകർന്നു പോകും. സ്വന്തം മകനെ കൈകൾ കൊണ്ട് കൊല്ലണം, സ്വന്തം മകനായി ഇത് ചോദിക്കുന്നത്. അവിടെയും പിടിച്ചു നിന്നുകൊണ്ട് അബ്രഹാം പിതാവ് മുന്നോട്ട് പോയി. എവിടം വരെ യേശു തമ്പുരാൻ ദൈവം പരീക്ഷിച്ചു? പ്രിയ മക്കളെ, അവസാനം കത്തിയെടുത്ത് കുത്തുന്നിടം വരെ, അവസാന നിമിഷം വരെ ദൈവം പരീക്ഷിക്കുകയാ. ദൈവം പരീക്ഷിച്ചു, സാത്താൻ പ്രലോഭിപ്പിച്ചു. ദൈവത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചുകൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയം വരിച്ചുകൊണ്ട് അബ്രഹാം പിതാവ് വിശ്വാസികളുടെ പിതാവായി മാറ്റപ്പെടുകയാ. പ്രിയ മക്കളെ, ഇതുപോലെ വിശ്വാസം ഞാനും നിങ്ങളും പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. സഹനത്തിന്റെ ജൂളയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയ മക്കൾ വേദനപ്പെട്ട് നിരാശപ്പെട്ട് അയ്യോ എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് പോകരുതേ. നിനക്കിഷ്ടമുള്ളതായിരിക്കാം ചിലപ്പോൾ ദൈവം നിന്നോട് ചോദിക്കുക, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കാം ദൈവം നിന്നോട് ചോദിക്കുക. അങ്ങനെ ചോദിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയ്ക്ക് കൊടുക്കുവാനുള്ള മനോഭാവം, അങ്ങനെയുള്ളതായ ഒരു വലിയ തലത്തിലേക്ക് കടന്നു വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്ന ആ അവസ്ഥ നമുക്കുണ്ടാകണം. സഹനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഉറപ്പോടെ അവയെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ആ സഹനങ്ങളിലൂടെ കടന്നു പോകാൻ യേശുവിന് മഹത്വം പാടിക്കൊണ്ട് അപ്പുറത്ത് കാണുന്ന അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങൾ എന്തിനു വേണ്ടിയിട്ട് വീണ്ടും പറയുന്നു? അല്പകാല സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ഇനി പറയാൻ നമ്മളെ ശക്തരാക്കുകയും ചെയ്യും. അതെ, ഞാനും നിങ്ങളും ശക്തിയുള്ളവരായി മാറും. ഇങ്ങനെയുള്ള തീച്ചുളയിലൂടെ പോകുമ്പോഴാണ് ഞാനും നിങ്ങളും ഉറുക്കും മനുഷ്യരായി ദൈവത്തിൻ്റെ മകനും മകളുമായി ദൈവത്തിന് വേണ്ടി പടവരുന്ന പോരാളികളായി ഞാനും നിങ്ങളും മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുകയാണ്: ശിക്ഷിക്കപ്പെട്ടവരെന്ന മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വര പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. എൻ്റെ പ്രിയ മക്കൾ, ഇത് കേട്ടോ. വിഷമത്തിൽ നിൽക്കുന്ന, നിരാശയിൽ നിൽക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ മക്കളെ, ഈ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേട്ടത് ഉള്ളിൽ മാംസം ധരിക്കണം. നിരാശപ്പെട്ട ആത്മഹത്യക്ക് പോകരുത്. എൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ പോകരുത്. ഇതാ നിങ്ങൾക്കുള്ള വചനം ഇതാണ്: ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വര പ്രത്യാശയുള്ളവരാണവർ. ആരാണ് ഈ അവർ? നീതിമാന്മാരെ കുറിച്ചാണ് പറയുന്നത്. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും ഈ ലോകത്തിലെ മനുഷ്യൻ പറയും, അവൾ എന്ത് പാപം ചെയ്തിട്ട്, അവൻ എന്ത് പാപം ചെയ്തിട്ടാ വീണ്ടും വീണ്ടും അവൻ ഈ സഹനങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിന്റെ ചിന്താഗതിയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അടിക്കടിക്ക് സഹനങ്ങൾ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ മകൻ പറയും, മകൾ പറയും, അവൾ എന്ത് പാപം ചെയ്തിട്ട് അവൾക്ക് ഇത്രമാത്രം സഹനങ്ങൾ ഉണ്ടായതെന്ന്. അവൾ ഒരു പാപം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം കഠിനമായ ഒന്നിനു പറയും ഒന്നിനായി എന്തുകൊണ്ട് സഹനങ്ങൾ ഉണ്ടാകുന്നു? അതിനുള്ള ഉത്തരമായത് ശിക്ഷിക്കപ്പെട്ടവരെന്ന് ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിലെ മനുഷ്യർ പറയും. പക്ഷേ അത് വ്യക്തമായിട്ട് ദൈവം പറയുന്നു, ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. കണ്ടോ?
ദൈവം പരിശോധിച്ചു, എൻ്റെ ഈ മകൾ ഈ സഹനം ഏറ്റെടുക്കാൻ യോഗ്യത അവൾക്കുണ്ട്. നിങ്ങൾ അതിന് തയ്യാറാണോ പ്രിയ മക്കളെ? സ്വർഗം കിട്ടണമെങ്കിൽ ഈ സഹനത്തിലൂടെ കടന്നു പോകണം. ഏത് വിഷമങ്ങളും ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന ഒരു അഭിഷേകത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരണം. അതുകൊണ്ടോ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണും. നിനക്ക് യോഗ്യതയുള്ളത് കൊണ്ടാണ് ദൈവം നിനക്ക് സഹനം തന്നത്. വേണ്ട എന്ന് പറയരുത്, വേണ്ട എന്ന് പറയരുത്. അതിനുള്ള ശക്തി ദൈവം തമ്പുരാൻ തരും, ഉറപ്പായി. എന്ത് പ്രശ്നമാണെങ്കിലും ശരി, ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ വിടുകയില്ല. നിങ്ങളുടെ ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം എത്രമാത്രം എന്നെ നിങ്ങളെ സ്നേഹിക്കണമെന്ന് അറിയാമോ? ഈ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ദൈവമാണ് നിന്റെ ദൈവം, അറിയാമോ? നീ ചിരിക്കുമ്പോൾ നിന്റെ കൂടെ ചിരിക്കും, നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ദൈവമാണ് നിന്റെ ദൈവം. ആ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. വിശുദ്ധയായ ഒരു മകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധയായ ഒരു മകൾ. ആ മകള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെ ദർശനമുണ്ടാകും, മാതാവിൻ്റെ ദർശനമുണ്ടാകും. ഈശോയും മാതാവും ഒക്കെ ആ മകളോട് സംസാരിക്കും. പ്രിയമക്കളെ, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ഒരു സ്റ്റേജ് വന്നപ്പോൾ എല്ലാവരും പരിത്യജിക്കപ്പെട്ട ഈ മകൾ വളരെയധികം വിഷമത്തിലേക്ക്, ദുഃഖത്തിലേക്ക് കടന്നു വരികയാണ്. സ്വന്തക്കാരും അവളുടെ കൂടെ നിന്നവരെല്ലാം അവൾക്കെതിരെ തിരിയുകയാണ്. അങ്ങനെ വിഷമത്തിലും പ്രയാസത്തിലും നിൽക്കുന്ന ഈ സമയത്ത് ഈ മകൾക്ക് ദർശനങ്ങളും ഇല്ലാതാവുകയാണ്. യേശുവും മാതാവും പ്രത്യക്ഷപ്പെട്ട് ഈ മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സംസാരങ്ങൾ, ആ ദർശനങ്ങൾ ഇല്ലാതാവുന്നു. പ്രിയ മക്കളെ, വിഷമത്തിലേക്ക് കടന്നു വരുന്നു. ആരും ഈ മകളെ സഹായിക്കുവാനില്ല. താൻ സ്നേഹിച്ചവർ പോലും തന്നെ എതിര് തിരിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ ഈ മകൾ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോൾ സാത്താന്റെ ശക്തികൾ ഈ മകളോട് പറയുകയാണ്, നീ ഇത്രമാത്രം വേദന അനുഭവിക്കുമ്പോൾ നിന്റെ ദൈവം എന്തിയേ? നീ ഇത്രമാത്രം ത്യാഗം അനുഭവിക്കുമ്പോൾ നിന്റെ ദൈവം എന്തിയേ? നിനക്ക് ദർശനങ്ങൾ തന്ന നിന്റെ ദൈവം എവിടെ? ഈ ദർശനങ്ങളൊക്കെ വെറുതെ പറയുന്നതാ, നിന്റെ മനസ്സിന്റെ വെറും ഭാവങ്ങൾ മാത്രമായി ഈ ദർശനങ്ങൾ. അതുകൊണ്ട് നീ ഈ ലോകത്തിലേക്ക് കടന്നു ചെന്ന് ഈ ലോകത്തിന്റെ മായ മോഹങ്ങളിൽ മുഴുക. ഇത് കഴിഞ്ഞ് അപ്പുറത്തൊരു ദൈവിക സാന്നിധ്യം ഉണ്ടെന്ന് നിന്നോട്, സ്വർഗ ജീവിതമുണ്ട് നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ ഒരു സ്വർഗ ജീവിതവും അങ്ങനെ ഒരു ദൈവിക സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ വേദന അനുഭവിക്കുമ്പോൾ നിന്റെ ദൈവം നിന്റെ കൂടെ വന്ന് നിന്റെ വേദന അകറ്റുന്നില്ല? സാത്താൻ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു പ്രിയ മക്കളെ. അങ്ങനെ പ്രലോഭനങ്ങൾ മുന്നോട്ട് പോയി അവസാനം ഈ മകൾ പറഞ്ഞു, എനിക്ക് ദർശനങ്ങൾ ഇല്ലാതെ ആയിക്കൊള്ളട്ടെ, മാതാവ് പ്രത്യക്ഷപ്പെടാതിരുന്നു കൊള്ളട്ടെ, യേശു പ്രത്യക്ഷപ്പെടാതിരുന്നു കൊള്ളട്ടെ, എങ്കിലും സാത്താനെ, തിന്മയുടെ സ്വാധീനമേ, ഞാൻ നിന്നിൽ അടിമപ്പെടുകയില്ല, യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എന്നെ വിട്ടുപോ എന്ന് പറയുമ്പോൾ തിന്മയുടെ സ്വാധീനം ഈ മകളെ വിട്ടുപോവുകയാണ്. വീണ്ടും യേശുവും മാതാവും ഈ മകൾക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയ മക്കൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, വേദന നിൽക്കുന്ന മക്കൾ ഇത് ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ വേദനകളായിട്ട് കഴിവുള്ള ദൈവം ഇത് പറയുകയാ. ഇങ്ങനെ ഈ മകള് സഹനങ്ങളെല്ലാം കഴിഞ്ഞു, മാതാവും ഈശോയും ഈ മകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ മകൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈശോയെ, ഇത്രമാത്രം വേദന അനുഭവിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രമാത്രം വേദന അനുഭവിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ മോളെ, അപ്പോഴാണ് ഞാൻ നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അകത്തുണ്ടായിരുന്നത്. ഞാൻ അപ്പോഴും വെളിയിൽ മാറി നിന്ന ഒരു ദൈവമല്ല. നീ വേദന അനുഭവിക്കുന്നതിൻ്റെ കൂടെ വേദന അനുഭവിക്കുന്ന ദൈവമാ ഞാൻ. ഇതൊരു വലിയ പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ നീ എൻ്റെ കൂടെ നിന്നു. നീ എൻ്റെ മകളാ, നീ എൻ്റെ പ്രിയപ്പെട്ടവളാ എന്ന് പറഞ്ഞ് ആ മകളെ ദൈവം തമ്പുരാൻ ആശ്ലേഷിക്കുകയും മാറോട് ചേർക്കുകയും ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ പൊന്നുമക്കൾ ചിന്തിക്കണമേ, നിങ്ങൾ വേദന അനുഭവിക്കുമ്പോഴാ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത്. നീ വേദന അനുഭവിക്കുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ദൈവമാ നിന്റെ കൂടെയുള്ളത്. ആ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ഇന്നത്തെ രാത്രി കൊണ്ട് കഴിഞ്ഞ അടുത്ത രാത്രിയിൽ എനിക്ക് ജീവിതം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന മക്കള് ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. പാടില്ല അത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ. യേശു നിന്നെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ. എത്ര വലിയ വേദനയാണെങ്കിലും മാറ്റാൻ കഴിവുള്ളവനും കടന്നു വരും നിന്റെ കൂടെ. Praise the Lord. Hallelujah, 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 hallelujah.
ഞങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകൻ, പ്രിയ സഹോദരങ്ങളെ, ആ മകൻ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പനും അമ്മയും പറയുകയാണ്, നമുക്ക് ആത്മഹത്യ ചെയ്യാം. കൊട്ടാരം പോലുള്ള ഒരു വീട് അവർക്കുള്ളത്. ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിലും മുഴുകി കടബാധ്യതകൾ കയറി അവസാനം ജപ്തി വന്ന് നിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ളതായ ഭാവാവസ്ഥകളിലും അവർ പോയിരുന്നു. ദൈവം എവിടെ? പ്രാർത്ഥനയില്ല, പരിത്യാഗമില്ലാത്ത ഒരു ജീവിതം നയിച്ച് അവസാനം കുടുംബം മുഴുവൻ നാശമാകുന്ന അനുഭവത്തിലേക്ക് കടന്നുപോയി. ഒരു പിടിവള്ളി പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് വന്ന് ജപ്തിയിലേക്ക് കടന്നു വന്നിരിക്കുക വീട്. അച്ചാച്ചനും അമ്മയും പറഞ്ഞു, മോനെ നമുക്ക് ആത്മഹത്യ ചെയ്യാം, ഇനി നമുക്ക് എങ്ങനെ ജീവിക്കും? ഈ ലോകത്തിലെ ജനത്തെ നോക്കി അവർ നമ്മളെ പരിഹസിക്കില്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാം. ആത്മാവിൻ്റെ നിറവിൽ അഭിഷേകമായി കടന്നു വന്ന ഈ മകൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ ധ്യാനത്തിലൂടെ സ്വീകരിച്ച് ഈ മകൻ അച്ചാച്ചനോടും അമ്മയോടും പറഞ്ഞു, ഇല്ല, എൻ്റെ നിങ്ങളുടെ സർവശക്തനായ ദൈവമാണെങ്കിൽ ജപ്തി മാറ്റുവാനും അതിനനുസരിച്ചുള്ള പരിഹാരം ചെയ്യുവാനും എൻ്റെ നിങ്ങളുടെ ദൈവത്തിന് സാധിക്കും. അമ്മേ, നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ പോവുക. ഈ ദിവസം അച്ചാച്ചനോട് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ അഭിഷേകമായി ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് നമ്മുടെ എല്ലാ കടബാധ്യതകളും മാറ്റി നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ഈ മകൻ പറഞ്ഞുകൊണ്ട് അവർ ഒരു മുറിയിലേക്ക് പോവുകയാണ്. തീഷ്ണതയോടെ കണ്ണുനീരോടെ ഈ മക്കൾ പ്രാർത്ഥിച്ചു. എല്ലാം കൊടുത്തുകൊണ്ട് ഇനി ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ തീഷ്ണതയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രിയ മക്കളെ, പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? ജപ്തിക്കാർ വിളിച്ചു പറഞ്ഞു, മക്കളെ ജപ്തി മാറ്റിയിരിക്കുന്നു. അവർക്ക് ഇത്ര രൂപ കൊടുക്കണം, ജപ്തി മാറണമെങ്കിൽ അതും കർത്താവ് പെട്ടെന്ന് തന്നെ ക്രമീകരിച്ചു കൊടുത്ത് അവർ ജപ്തി മാറ്റുകയാണ്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. എങ്കിൽ ഇന്നത്തെ രാത്രി നീ പ്രാർത്ഥിച്ചാൽ നീ നാളെ വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുവാൻ നിനക്ക് സാധിക്കും. കണ്ണുനീരോടെ നീ പ്രാർത്ഥിച്ചാൽ കരളറിയുന്ന ദൈവം കരുണാർദ്ര സ്നേഹത്തോടെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന് നിനക്ക് സ്വാന്തനം നൽകും. അവൻ നിന്നെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കള്, ഇവിടെ നിൽക്കുന്ന ഓരോ മക്കളും, ഇത് കേൾക്കുന്ന മക്കൾ നിരാശപ്പെടരുത് എന്ന് ഈശോ തമ്പുരാൻ പറയുകയാണ്. ഈശോ തമ്പുരാൻ പറയുക, വ്യക്തമായിട്ട് പറയുക, എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൽ എന്ത് ചോദിച്ചാലും തരുന്ന ദൈവമാണ്. നീ എത്ര എഴുതാപ്പുറങ്ങളിൽ ചിന്തിച്ചാൽ നിനക്ക് കിട്ടത്തില്ല എന്ന് നീ ചിന്തിക്കുന്ന കാര്യം നിന്റെ ദൈവം തമ്പുരാൻ ഒരു നിമിഷം മതി തരാൻ. അത് സ്വീകരിക്കാൻ തയ്യാറാകാൻ ഈശോ പറയുക. പ്രിയ മക്കളെ, നമുക്ക് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം, ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ വിശുദ്ധീകരണത്തിനാണ് സഹനം എന്ന് ചിന്തിച്ചുകൊണ്ട്, നമുക്ക് നന്മയിലേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുവരുന്നത് ചിന്തിച്ചുകൊണ്ട് തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. നമുക്കൊന്ന് എഴുന്നേറ്റൊന്ന് സ്തുതിക്കാം. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ നന്ദി, സ്തുതി, മഹത്വം, ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ഈ നിമിഷം ഈ എല്ലാ മക്കളിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകിയിറങ്ങട്ടെ. നിരാശപ്പെട്ടു പോകുന്ന മനസ്സുകൾ വിട്ടുതൽ സംഭവിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. അഭിഷേകം ഒഴുകട്ടെ കർത്താവേ, ഈ മക്കളിൽ നിറയട്ടെ. ഇന്നത്തെ രാത്രി ഈ മക്കൾക്ക് അനുഗ്രഹത്തിൻ്റെ രാത്രിയായി മാറട്ടെ. യേശുവേ, സന്തോഷത്തിന്റെ രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനങ്ങൾ വന്നപ്പോൾ ഹല്ലേലൂയ ഇരിക്കുക. പ്രിയ മക്കളെ, വലിയൊരു സഹനം വന്നപ്പോൾ സാധു കൊച്ചു കുഞ്ഞുപദേശി പാടിയ പാട്ടില്ലേ? സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ പാടിയ പാട്ടില്ലേ? അത് പാടണം. എത്ര മനോഹരമായ പാട്ടാ അത്. ഹൃദയത്തെ ഇപ്പോഴും തുളച്ചു കയറുന്ന പാട്ടാ അത്. ആ പാട്ടിൻ്റെ ഈരടികൾ എത്രമാത്രം അനുഗ്രഹദായകമാ. സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ ആ മകൻ പാടുകയാണ്. ഏതാണ് നമുക്കറിയാം പാട്ടല്ലേ? ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. വീണ്ടും ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും
അവനെന്നെ സ്നേഹിക്കുന്നു. ദുഃഖം വരുമ്പോൾ മക്കൾ ഈ പാട്ടൊക്കെ പാടണം. സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇപ്പോഴും ഈ പാട്ടിൻ്റെ ഒന്നും ആ അഭിഷേകം മാറിയിട്ടില്ല പ്രിയ മക്കൾ. ദുഃഖം വരുമ്പോൾ ഈ പാട്ടൊക്കെ ഒന്ന് പാടിക്കുക, മനസ്സ് സാന്ത്വനമായി വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ചിന്തിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. എൻ്റെ മക്കൾ കേൾക്കട്ടെ, ഇതൊന്നും കൂടെ ഈ വചനം മാംസം ധരിക്കട്ടെ, ഇത് ഹൃദയത്തിൽ പതിക്കട്ടെ. വരുന്ന ദുരിതങ്ങളെല്ലാം നീ സ്വീകരിക്കുക. സ്വീകരിക്കാൻ തയ്യാറായോ? ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. ഒന്നിനു പുറകെ ഒന്നായി വലിയ വലിയ സഹനങ്ങൾ നിന്നിൽ ഉണ്ടാകുമ്പോൾ ശാന്തതയോടെ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട്, ആ സമാധാനമാകുന്ന യേശുവിന്റെ മുഖം കണ്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പാടാൻ ഉതകുന്ന ഒരു അനുഭവം നിനക്ക്, അനുഗ്രഹം, ആ ഒരു തലം നിനക്കുണ്ടാകണം. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയാതെ യേശുവിനെ നോക്കി മുന്നോട്ട് പോ. ഒരിക്കലും നിന്റെ ജീവിതം തകരുകയില്ല. ഒരിക്കലും നീ ആത്മഹത്യ ചെയ്യുകയില്ല. ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ജനതകൾ ഒത്തിരി പേരിന്ന് അഭ്യസിവിദ്യരെല്ലാവരും ഇന്ന് ആത്മഹത്യയിലേക്ക് പലരും പോകുന്നത് എന്തുകൊണ്ടാണ് പ്രിയ മക്കളെ? നമുക്കറിയാമോ? ഈ ലോകത്തിന്റെ ജ്ഞാനം നമുക്കുണ്ട്. ലോകത്തിന്റെ ജ്ഞാനം വേണ്ടെന്ന് ഞാൻ പറയില്ല. ഈ ലോകത്തിന് എത്രമാത്രം പഠിക്കാമോ അത്രമാത്രം നിങ്ങൾ പഠിച്ചോ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങളിൽ ഉണ്ടോ ഇല്ലയോ? ദൈവത്തിന്റെ ജ്ഞാനം എന്നിലും നിങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആരും ആത്മഹത്യ ചെയ്യുകയില്ല. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മളിലുണ്ട്. യേശുവിന്റെ കൂടെയുണ്ട്. ഈ യേശു ഇല്ലാതെ ഈ ലോകത്തിലേക്ക് കടന്ന് എല്ലാ ബുദ്ധിയുടെ തലങ്ങളിലും പഠിച്ചു മിടുക്കനായി ദൈവമില്ലാതെ നീ മുന്നോട്ട് പോയാൽ അവസാനം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഈ ദൈവമില്ലാത്ത അവസ്ഥയിൽ നിന്നോട് സാത്താൻ പറയും, നീ പോയി ആത്മഹത്യ ചെയ്തോളാൻ. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ലോകത്തിന്റെ പഠിക്കുമ്പോഴും നീ ചിന്തിക്കണം, അതിനേക്കാൾ ഒരു ദൈവിക ജ്ഞാനത്തിൽ ഞാൻ നിറയുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ വചനങ്ങൾക്കൊക്കെ എത്രമാത്രം ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ ദൈവത്തിന്റെ വചനം ചാട്ടുളി പോലെ നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങണം. ഈ വചനത്തിന് വളരെ ഭയങ്കരമായിട്ടുള്ള ശക്തിയാ ഉള്ളത്. ഈ വചനം എടുത്ത് പ്രാർത്ഥിച്ചാൽ, യേശുവിന്റെ നാമത്തിൽ എൻ്റെ രോഗങ്ങൾ ഭേദമാകട്ടെ എന്ന് വചനം പറഞ്ഞ് അതനുസരിച്ച് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന അഭിഷേകത്തിലേക്ക് നമ്മൾ വരണം. അഭിഷേകത്തിലേക്ക് ഞാനും നിങ്ങളും വരണം പ്രിയ മക്കളെ. എന്തുകൊണ്ട് ഞാനും നിങ്ങളും പറയുമ്പോൾ നമ്മുടെ സഹനങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മാറുന്നില്ല? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളിൽ കുറവാണെന്നുള്ളതാ. നമുക്കറിയാം, കൂദാശയിലൂടെ മാമോദിസ ദൈവത്തിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പൊട്ട് പോലെ കിടക്കുകയാ. പാപത്തിന്റെ ബന്ധനത്തിൽപ്പെട്ട് ഈ ആത്മാവ് കിടക്കുകയാ. ഈ പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിച്ച് ഈ ആത്മാവിനെ ഒന്നും വികസിപ്പിച്ചുകൊണ്ട് വരുവാൻ പറ്റുമോ? എന്നിട്ട് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായി വികസിച്ച് വരുന്നത്? പാപമില്ലാതെ ജീവിച്ച് വിശുദ്ധി ജീവിക്കുമ്പോൾ, അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരം മുഴുവൻ ഇതാ നിറഞ്ഞ് കവിഞ്ഞിട്ട് ഞാനും നിങ്ങളും ഈ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു അഭിഷേകം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം ആ സമയത്ത് സാധിക്കും പ്രിയ മക്കളെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇതിനകത്ത് മാത്രം ചെറുതായിട്ട് കിടക്കുന്നു. എന്നിട്ട് യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പറയാൻ എവിടെ അഴിയാനാ? മറിച്ച് ഈ ദൈവത്തിന്റെ ആത്മാവിനെ നീ വികസിപ്പിച്ചിട്ട് നിന്റെ ശരീരവും മനസ്സും മുഴുവൻ പൂർണ്ണമായി നിറഞ്ഞിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നീ ആകണം. എന്നിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ എൻ്റെ രോഗങ്ങൾ ഭേദമാകട്ടെ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അത്ഭുതങ്ങൾ സംഭവിക്കും. വിശുദ്ധന്മാരിലൊക്കെ നിറഞ്ഞു നിന്ന ഈ പരിശുദ്ധാത്മാ അഭിഷേകമാ. പത്രോസ് പോയപ്പോൾ ഒരു നിഴൽ സ്പർശിച്ചാൽ മതി സൗഖ്യം പ്രാപിക്കുന്ന ഈ അഭിഷേകമാ. പൗലോസ് കടന്നു പോകുമ്പോൾ തൂവാലകൾ സ്പർശിച്ചാൽ മതി ഈ അഭിഷേകമാ. കാരണം അവരിൽ നിറഞ്ഞ് കവിഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകിയിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത് അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. ഇന്ന് ഞാനും നിങ്ങളും പറഞ്ഞിട്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറഞ്ഞ് കവിയുന്നില്ല എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ പ്രിയ മക്കളെ രക്തസാക്ഷിത്വം വരിക്കാൻ
ഓരോ വിശുദ്ധർക്കും സാധിച്ചത്. പത്രോസിയായും പൗലോസിയായും രക്തസാക്ഷിത്വം വരിച്ചത് എന്തുകൊണ്ട് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് രക്തസാക്ഷിത്വം വരിച്ചത്? യേശുവിൻ്റെ മരണസമയത്ത്, പീഡാനുഭവ സമയത്ത് വളരെയധികം വേദനപ്പെട്ട് പ്രയാസപ്പെട്ട് യേശു ക്രൂശിൽ തറക്കപ്പെടുമ്പോൾ ഭയന്നോടിയ ആ ശിഷ്യന്മാർ സ്ത്രീകന്മാരുമെല്ലാം എപ്പോഴാണ് അവർക്ക് രക്തസാക്ഷിത്വം വരിക്കുവാനുള്ളതായ ആ ആത്മധൈര്യം കിട്ടിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയപ്പോ അവരുടെ ഈശോയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ അവർ തയ്യാറായി. പ്രിയമക്കളെ, അങ്ങനെ ഒരു അഭിഷേകമാണ്. ജീവിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, മരിക്കുന്നെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി മരിക്കുക. അങ്ങനെയുള്ള ഒരു അഭിഷേകം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. ഞാനും നിങ്ങളും ഇങ്ങനെയുള്ള വേദനയിൽപ്പെട്ട, അല്ലെങ്കിൽ എനിക്കൊന്നുമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് കരഞ്ഞു നിലവിളിച്ചു പോകേണ്ടവരല്ല നമ്മൾ. ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുന്ന അനുഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിശുദ്ധ ആഗ്നസ് രക്തസാക്ഷിത്വം വലിച്ച ഒരു വിശുദ്ധയാ. ആ വിശുദ്ധിയുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള വിശുദ്ധ ആഗ്നസ്. ഈ വിശുദ്ധ ആഗ്നസിനെ കാണാൻ എന്ത് സുന്ദരിയായിരുന്നു എന്നറിയാമോ? പലരും ഈ വിശുദ്ധയെ മോഹിച്ചിട്ടുണ്ട്. അങ്ങനെ റോമ നഗരത്തിൽ ഒരു ഗവർണറുടെ മകൻ ഈ മകളിൽ അഭിലാഷം തോന്നി. ഗവർണറുടെ മകൻ ഈ മകളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം ചെയ്യണം. അന്ന് പ്രിയമക്കളെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന സമയമാണ്. ആരെങ്കിലും ക്രിസ്ത്യാനികളായാൽ അവരെ കൊല്ലുന്ന അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഭരിക്കുന്ന സമയമാണ് അത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികളൊക്കെ ഭൂമിക്കടിയിലുള്ള ഗുഹകളിലാണ് അവർ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന സമയമാണ്. ഈ സമയത്ത് ഈ ഗവർണറുടെ മകൻ ഈ മകളോട് വന്ന് പറയുക, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശുദ്ധ ആഗ്നസ് പറയുകയാണ്, ഞാൻ വേറൊരുമായി വിവാഹ വാഗ്ദാനം ചെയ്തു. അതാരാണ് എന്ന് ചോദിച്ചു പറയാണ്, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ ഉടമയാണ് അവൻ. മാലാഖമാരാണ് അവൻ്റെ ശുശ്രൂഷകർ. ലില്ലിപ്പൂവിൻ്റെ ഗന്ധം അവൻ ഇഷ്ടമാണ്. അവൻ എനിക്ക് രത്നങ്ങളും മാലകളും ഒക്കെ എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ മകൻ ചിന്തിക്കുകയാണ്, ഗവർണറുടെ മകൻ ചിന്തിച്ചു, ഇവർക്കെന്ത് കിറുക്കാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടുകാർ ഇവർക്ക് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ദുഃഖത്തോടെ ഈ മകൻ തിരിച്ചു പോവുകയാണ്. പ്രിയ സഹോദരങ്ങളെയും, എന്നിട്ട് ഈ മകന് പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ല. അടുത്ത ഭരണാധികാരിയാകേണ്ടതായി മകൻ പഠിത്തത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവർണറുടെ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു പടയാളി വന്നിട്ട് ഗവർണറോട് പറയുക, അതെ, വിശുദ്ധ ആഗ്നസ് അവൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അവൾ പണ്ടെങ്ങോ ക്രൂശിൽ മരിച്ച ഒരു യേശുവിനെ മണവാളനായി സ്വീകരിച്ചിരിക്കുക. അവൾ ഒരു ക്രിസ്ത്യാനിയ. ഇത് കേട്ട നിമിഷം ഗവർണർ ഈ മകളുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ മകനെ വിവാഹം ചെയ്യണം. നീ ഒരു ക്രിസ്ത്യാനിയായ നിനക്ക് അതിൻ്റെ ദോഷമറിയാമല്ലോ, നീ ജീവിച്ചിരിക്കില്ല. അവൾ പറഞ്ഞു, എൻ്റെ യേശുവിനെ ഞാൻ മണവാളനായി സ്വീകരിച്ചിരിക്കും. അതുകൊണ്ട് ഗവർണർ പറയുന്ന കാര്യം എനിക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ നീ ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കോ, നിന്നെ കൊലക്കളക്കത്തിലേക്ക് കൊണ്ടുപോവുകയാ. മാതാപിതാക്കൾ വളരെയധികം വിഷമിച്ചു. ഈ മോളോട് പറഞ്ഞു, മോളെ നീ ഇതിന് സമ്മതിക്കുക, നീ വിവാഹത്തിന് സമ്മതിക്കുക. ഇല്ല, എൻ്റെ യേശുവിനെ ഞാൻ മണവാളനായി ഞാൻ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ മകളെയും കൂട്ടിക്കൊണ്ട്, പ്രിയമക്കളെ, ചങ്ങലകളാലിട്ട ഈ മകളെയും കൊണ്ട് തെരുവീതിയിലൂടെ ഈ മകളെയും കൊണ്ട് പോവുകയായി ഗവർണർ. രണ്ട് സൈഡുകളിലും ജനങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ആ സമയത്ത് ഈ വിശുദ്ധ എന്താ ചെയ്യുന്നത് അറിയാമോ? കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മണവാളനെ സ്തുതിച്ചുകൊണ്ട്, യേശുവാണ് ഏകരക്ഷകൻ, അവൻ എൻ്റെ മണവാളനാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ജനസമൂഹത്തിന്റെ മുന്നിലൂടെ ഈ മകൾ നടുഭാഗത്തൂടെ ഈ മകൾ കടന്നു പോവുകയാ. അതേ, കൊലക്കളത്തിലെത്തിയപ്പോൾ ഗവർണർ പറഞ്ഞു, ഞാൻ പറയുന്ന ദൈവത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവത്തെ നീ ആരാധിക്കണം. ഉടനെ ഈ മകൾ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ എല്ലാവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്, യേശുവിന് സ്തുതി പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ കുരിശു വരച്ചു. ഇത് കണ്ടപ്പോൾ ഗവർണർ അലറി, ഇവൾക്ക് ഇത്രമാത്രം ധിക്കാരമോ? ഇവളുടെ വിശുദ്ധി നശിപ്പിക്കണം, വിശുദ്ധി നശിപ്പിച്ചേ പറ്റൂ. ഈ മകൾ പറഞ്ഞു, എൻ്റെ വിശുദ്ധി നശിക്കുകയില്ല. നിങ്ങൾ എന്നെ കൊന്നാലും എൻ്റെ വിശുദ്ധി നശിക്കുകയില്ല. രക്തം പുരണ്ടാലും എൻ്റെ ജീവൻ ഒടുങ്ങിയാലും എൻ്റെ വിശുദ്ധി നശിക്കുകയില്ല. ഇത് കണ്ടപ്പോൾ ഈ ഗവർണറുടെ മകൻ ഊരിപ്പിടിച്ച വാളുമായി ഈ മകളുടെ അടുക്കലേക്ക് കടന്നു വരികയാ. ഊരിപ്പിടിച്ച വാളുമായി ഈ മകളുടെ വിശുദ്ധി നശിപ്പിക്കാൻ കടന്നു വരുമ്പോൾ ഈ മകൾ അവളുടെ മണവാളനെ വിളിച്ചു,
യേശുവേ നീ എന്നെ രക്ഷിക്കണമേ, നിന്റെ മാലാഖമാരെ എനിക്ക് സംരക്ഷണം നൽകണേ പ്രിയ മണവാള എന്ന് ഈ മകൾ ദൈവത്തെ മനംനൊന്ത്, യേശുവിനെ മനംനൊന്ത് വിളിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ ഇരുന്ന മാലാഖ ഇറങ്ങി വന്നു. ഓടി വരുന്ന ഈ ഗവർണറുടെ മകന്റെ അടുക്കലേക്ക് മാലാഖ കടന്നു ചെന്ന് മാലാഖയുടെ വാൾ ഈ മകനിലേക്ക് പതിച്ചു. അവൻ അവിടെ മരിച്ചു വീഴുകയാ. പ്രിയ മക്കളെ, ഇങ്ങനെ മരിച്ചു വീഴുന്ന സമയം ഗവർണർ പെട്ടെന്ന് ഭയവിഹലനായി എഴുന്നേറ്റ് ഈ മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വാവിട്ട് നിലവിളിക്ക്, എന്റെ മകനെ നീ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഗവർണർ എന്നിട്ട് ഈ വിശുദ്ധ ആഗ്നസിന്റെ അടുക്കൽ കടന്നു എന്ന് പറഞ്ഞു, എൻ്റെ മകന് നീ ജീവൻ കൊടുക്കണം, എൻ്റെ മകന് നീ ജീവൻ കൊടുക്കണം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, നിന്റെ മണവാളൻ കേൾക്കും. അവൾ കൈകൾ ഉയർത്തി തൻ്റെ മണവാളനെ വിളിച്ചു, എൻ്റെ യേശുവേ ഈ മകന് നീ ജീവൻ കൊടുക്കണമേ എന്ന തീഷ്ണതയോടെ ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മക്കളെ, ഇതാ ദൈവത്തിൻ്റെ ശക്തി ഈ മകനിലേക്ക് ഇറങ്ങി വരികയും ഈ മകൻ ജീവൻ പ്രാപിക്കുകയും ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ ഈ ഗവർണർ ഈ മകനെയും എടുത്തുകൊണ്ട് മന്ത്രിയെ ബാക്കി കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ട് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് ഈ ഗവർണർ വന്നില്ല, മന്ത്രിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ക്രൂരനായ മന്ത്രി എന്ത് ചെയ്യുന്നറിയാമോ? ഇവൾക്ക് ഇത്രയും നിൽക്കാനുമോ? ഇവളെ എരിയുന്ന തീച്ചുളയിലേക്ക് എറിയുവാനായിട്ട് ഉത്തരവുണ്ടായി. ഭടന്മാർ ഇവളെ പിടിച്ചപ്പോൾ ഈ വിശുദ്ധ പറഞ്ഞ, എന്നെ ആരും പിടിക്കണ്ട, എൻ്റെ തമ്പുരാന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ അഗ്നിച്ചൂളയിലേക്ക് ഞാൻ സാവധാനം ഞാൻ തന്നെ നടന്നു പോയിക്കൊള്ളാം. അവളുടെ ദൈവത്തെ കണ്ടുകൊണ്ട്, അവളുടെ ഈശോയെ കണ്ടുകൊണ്ട്, സ്വന്തം മണവാളനെ കണ്ടുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ട് ഈ അഗ്നി ഇപ്പോൾ ഇവളുടെ മുന്നിൽ കാണുന്ന, ഈ മകളുടെ മുന്നിൽ കാണുന്ന അഗ്നിയെ ലേശം ഭയപ്പെടാതെ ഈ മകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഈ അഗ്നിക്കുള്ളിലേക്ക് കയറുമ്പോൾ ഒരഗ്നിക്കും ഇവളെ കെടുത്താനാകുന്നില്ല. ഈ ലോകത്തിന്റെ അഗ്നിക്ക് ഈ മകളെ കെടുത്താനാകുന്നില്ല. കാരണം അവളുടെ ഉള്ളിൽ, അവളുടെ ശരീരത്തിൽ, മനസ്സിലും മുഴുവൻ പരിശുദ്ധാത്മാവ് അഗ്നി നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ ലോകത്തിന്റെ അഗ്നിക്ക് അവളെ കെടുത്താനാകുന്നില്ല. പ്രിയ മക്കളെ, ഒരു മാടപ്രാവിനെ പോലെ, വെള്ളരി പ്രാവിനെ പോലെ അവൾ ആ ചൂളയിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുകയാ, ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തുകയാ, യേശുവിനെ വിളിക്കുകയാ, മണവാളനെ വിളിക്കുകയാ. ഒരു രക്ഷയുമില്ല. അവൾ ഇതാ തീച്ചൂളയിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരികയാ. തീച്ചൂളയിൽ നിന്ന് വീണ്ടും ഇറങ്ങി വരുമ്പോൾ ഇതാ മന്ത്രി ഓർഡർ ചെയ്യുകയാ, ഇവിടെ തലവെട്ടിക്കൊല്ലുക, ഇവിടെ തലവെട്ടിക്കൊല്ലുക. അവൾ യേശുവിനോട് പറഞ്ഞു, എൻ്റെ പൊന്നു തമ്പുരാനെ, എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്കൊരു രക്തസാക്ഷിയായി മരിക്കണം. എത്രയും അടുക്കൽ എനിക്ക് നിന്റെ അടുക്കലേക്ക് കടന്നു വരണം. എന്നെ നീ അനുവദിക്കില്ലേ? നിന്റെ ആ സ്നേഹ സാന്നിധ്യം അനുഭവിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. നിന്നെ ഞാൻ നേരിട്ട് കണ്ട ആ സ്വർഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നീ എന്നെ അനുവദിക്കില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈശോ അനുവാദം കൊടുക്കുകയാ രക്തസാക്ഷിത്വം ഭരിക്കാൻ. അവൾ വളരെ സന്തോഷത്തോടെ തൻ്റെ സ്വർണ്ണ തലമുടി വകഞ്ഞു മാറ്റി. സ്വർണ്ണ തലമുടി വകഞ്ഞു മാറ്റി. ആരാച്ചാർ അവിടെ അടുക്കലേക്ക് കോടാലിയുമായി വരികയാ. കോടാലിയുമായി വന്നിട്ട് ആദ്യം ഒന്ന് അറച്ചു നിന്നു ഈ മകളെ വെട്ടാൻ. ഉടനെ മന്ത്രി പറഞ്ഞു, നീ ഇപ്പോൾ ഈ മകളെ വെട്ടിയില്ല എങ്കിൽ ഇപ്പോൾ നിന്നെ ഞാൻ കഷ്ണങ്ങളാക്കുമെന്ന് പറയുന്ന നിമിഷം ഇതാ കോടാലി ഈ മകളുടെ ശിരസിൽ പതിക്കുകയാ. ഉടലും ശിരസും തമ്മിൽ വേർപെടുന്നു. ഇതേ സമയം പ്രിയ മക്കൾ ഓർക്കണമേ, ഈ മകളുടെ വിശുദ്ധമായ ധീരത കണ്ട് അവിടെ ഇന്ന് ജനം മുഴുവൻ യേശുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുവാൻ തുടങ്ങി. അവർ എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന തൂവാലയും എടുത്തുകൊണ്ട് ഈ മകളുടെ അടുത്തേക്ക്, വേർപെട്ട് കിടക്കുന്ന ഈ ശരീരത്തിന്റെ അടുക്കലേക്ക് അവർ ഓടിയിട്ട് തൂവാലയും എടുത്തുകൊണ്ട് ആ രക്തത്തിൽ മുക്കിയിട്ട് അവർ കൈമുക്കി പിടിച്ചു പറഞ്ഞു, ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം, യേശുവാണ് രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ, യേശുവിനെ പാടി പുകഴ്ത്തുമ്പോ പടയാളികൾ വന്ന് ഇവരെയും കൊല്ലുകയാ. ഇവരും രക്തസാക്ഷികളായി ഈ വിശുദ്ധയോടൊപ്പം സ്വർഗത്തിലേക്ക് പോവുകയാ പ്രിയ സഹോദരൻ. എന്നിട്ട് ഈ വിശുദ്ധ അപ്പച്ചാച്ചനും അമ്മയ്ക്കും പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ സ്വർഗത്തില, ഞാൻ മാലാഖമാരുടെ കൂടെയാ, എനിക്ക് സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹനത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകത്തിന്റെ അഗ്നി കൊണ്ട് നിറയണം. അല്ലെങ്കിൽ നമ്മൾ വേദനപ്പെട്ട്, പ്രയാസപ്പെട്ട്, ഉഴലപ്പെട്ട് പോകും. ഞാനും നിങ്ങൾ വേദനപ്പെട്ട് നിരാശയിലേക്ക് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഞാൻ പറഞ്ഞത് തന്നെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അഗ്നി കൊണ്ട് മൂടാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എനിക്ക് നിങ്ങൾക്ക് ഒരു രക്തസാക്ഷിയാകാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നെ നിങ്ങൾ മൂടി ഒഴുകി കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഈ പൗലോസിയായി പോലും മദ്രോസിയായി പോലും യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. പ്രിയ മക്കളെ, ആത്മാവിന്റെ അഭിഷേകം വന്നാൽ മതി.
ആ ഒരു അഭിഷേകം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ ഏത് സങ്കടങ്ങളും അകറ്റുന്ന അഭിഷേകത്തിലേക്ക് വരാൻ ഈ രാത്രി ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പൗലോസികായും പത്രോസികായും ഒക്കെ ഓരോ അട്ടികളിലും ഏറ്റെടുത്തവൾ അവർ ആത്മാവിൽ സന്തോഷിച്ചു. തങ്ങളുടെ ഓരോ സഹനങ്ങളും ഈശോയ്ക്ക് വേണ്ടി അവർ സമർപ്പിച്ചു. ഈശോയ്ക്ക് വേണ്ടി അവർ കൊടുത്തു. അവർ സഹനങ്ങൾ ലാഭമാക്കി. അവർ സഹനങ്ങൾ സന്തോഷിക്കാൻ അവർക്ക് സാധിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കുവാനായിട്ട് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന്. രണ്ടാമതായി സഹനം മറ്റുള്ളവരുടെ രക്ഷയ്ക്ക്. എവിടെയാണത് പറയുന്നത്? തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ തീമോത്തിയോസിനോട് പറയുകയാണ് വിശുദ്ധ പൗലോസ്ലീഹ, തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശ്വാസവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാനെല്ലാം സഹിക്കുന്നു. വിശുദ്ധ പൗലോസ്ലീഹ സഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നോക്കി, ആർക്ക് വേണ്ടിയിട്ടാ? തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശ്വാസവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി വിശുദ്ധ പൗലോസ്ലീഹ എല്ലാം സഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഇവിടെ സഹിക്കുന്ന ഓരോ മക്കളും ചിന്തിക്കണം. നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ ചിലപ്പോൾ സഹിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അമ്മായിയപ്പന് വേണ്ടിയിട്ടായിരിക്കാം, അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം, സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അയൽവക്കംകാർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ യേശു ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ സഹിക്കുന്നത്. സഹനം വേണ്ട എന്ന് പറയരുത്. നിന്റെ സഹനത്തിലൂടെയാണ് നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുന്നത്. സഹനം മറ്റുള്ളവരുടെ രക്ഷ. യേശു സഹിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയ പ്രിയ മക്കളെ. 2-3 നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷമല്ല 2 വർഷം സഹിച്ചിട്ട് നിങ്ങൾ പറയും ഇനി ഒരു രക്ഷയില്ല, ഇനി ഞാൻ സഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പറയരുത്. വിശുദ്ധ മോനിക്ക പുണ്യവതി 10 പ്രാവശ്യമല്ല, 20 വർഷമല്ല, 30 വർഷമല്ല, അതിൽ കൂടുതൽ വർഷം തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിശുദ്ധൻ ഉണ്ടാവുകയാണ്. എങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ രക്ഷ അനുഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിങ്ങൾക്കുണ്ടാകണം. തളർന്ന് നിരാശപ്പെട്ട് പോകരുതെന്ന് ഈശോ വ്യക്തമായിട്ട് ഇപ്പോൾ പറയുകയാണ്. ഞങ്ങളുടെ ധ്യാനം കൂടി ഒരു മകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരമ്മച്ചിക്ക് ഒരേ ഒരു മകനാണ് ഉള്ളത്. ആ അമ്മച്ചി ഈ മകനെ ആറ്റുനൂറ്റ് വളർത്തി, എല്ലാം കൊടുത്ത് വളർത്തി, എല്ലാ സുഖസൗകര്യങ്ങളും ആ മകനെ കൊണ്ടുപോയി. തൻ്റെ എല്ലാമായി ഈ അമ്മച്ചി ഈ മകനെ സ്നേഹിച്ചു. അവസാനം സാഹചര്യങ്ങൾക്ക് പെട്ട് ഈ മകൻ ഒരു മദ്യപാനിയായി മാറുകയാണ്. മദ്യപാനിയായി മകൻ മാറുകയാണ്. പ്രിയ സഹോദരി, അമ്മയ്ക്ക് സഹിക്കാനായില്ല സ്വന്തം മകൻ മദ്യപാനത്തിന് അടിമപ്പെടുന്ന അവസ്ഥ. ഈ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, നീ ഒരു ധ്യാനം പോയി കൂട്. നീ ഇങ്ങനെ കാണുന്ന നീ ഇങ്ങനെ ജീവിക്കുന്ന എനിക്ക് കാണാൻ പറ്റില്ല. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അവസാനം വിഷമിച്ച് വേദന അനുഭവിച്ച് ഈ അമ്മച്ചി തളർന്നു പോവുകയാ. കണ്ടോ, സ്വന്തം മകന് വേണ്ടി ജീവിച്ചിട്ട് ഈ അമ്മ തളർന്നു പോവുകയാ. ആ തളർന്ന കിടക്കപ്പായൽ കിടക്കുമ്പോ ഈ അമ്മ കണ്ണുനീരോട് പറയും, എൻ്റെ മകനെ, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തളർന്നു കിടക്കുന്നത്. നിനക്കൊരു ഒരു ധ്യാനം നിനക്ക് കൂടിക്കൂടെ, ഒരു ധ്യാനത്തിന് നിനക്ക് പോയിക്കൂടെ എന്ന് ഈ അമ്മ കണ്ണുനീരോട് പറയുകയാണ്. ആദ്യം അവൻ ഒന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഈ മദ്യത്തിൻ്റെ അടിമയിൽ അവൻ, മദ്യലഹരിക്ക് അടിമയവൻ. പിന്നീട് അമ്മ കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ മനസ്സോടെ ഈ മകൻ ധ്യാനം കൂടാനായിട്ട് കടന്നു വന്നു. ആദ്യത്തെ ദിവസം വലിയ പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ദിവസം പാപത്തിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടപ്പോൾ പതുക്കെ ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരുവാനായിട്ട് തുടങ്ങി. ദൈവത്തിന്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ ഈ മകന് മനസ്സിലായി ഞാൻ വലിയൊരു പാപിയാണെന്ന്. അതിനു മുമ്പ് ഈ മകൻ പറഞ്ഞു, ഞാൻ ഇച്ചിരി കുടിക്കുവാൻ എന്താച്ചാ, എനിക്ക് വലിയ പാപമൊന്നുമില്ല എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോയി. പ്രിയ മക്കളെ, ഈ ധ്യാനം കൂടി പാപത്തിന്റെ ക്ലാസ്സുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഈ മകൻ വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കി. പാപം എഴുതി കുമ്പസാരിക്കണമെന്ന അന്ന് ഞങ്ങളുടെ ധ്യാനത്തിൽ ആ മകൻ എഴുതിയപ്പോൾ അനേകം പേജുകൾ എഴുതാനുണ്ട്. എല്ലാ പാപവും ചെയ്ത വ്യക്തിയായി മകൻ വളരെ കണ്ണുനീരോടെ എല്ലാം തുറന്ന് ദൈവത്തിന് കൊടുത്തുകൊണ്ട്, പ്രിയ മക്കളെ, ഈ മകൻ നല്ല കുമ്പസാരം നടത്തി. അവനവൻ്റെ ഹൃദയം മുഴുവൻ ഈശോയ്ക്ക് കൊടുത്ത് പങ്കുവെച്ചു. അന്ന് രാത്രിയിൽ വൈകിട്ട് ഒരു ഫോൺ വരികയാണ് അവൻ്റെ വീട്ടിൽ നിന്ന്. തളർന്നു കിടക്കുന്ന അവൻ്റെ അമ്മ എഴുന്നേറ്റു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ചോദിച്ചു, എപ്പോഴാണ് എൻ്റെ അമ്മ എഴുന്നേറ്റതെന്ന് ചോദിച്ചപ്പോൾ ഈ മകന് മനസ്സിലായി, ഇന്ന സമയം, ആ സമയത്താണ് ഈ മകൻ കുമ്പസാരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുവാൻ തയ്യാറാകുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾ സഹിക്കുവാൻ തയ്യാറാകുന്നത്? അവരെ ആഴമായി സ്നേഹിക്കുന്നത് കൊണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറയും 3 തരത്തിലുള്ള സ്നേഹമുണ്ട് എന്ന്. ഒന്നാമതായിട്ട് കാമുകനും കാമുകിയും തമ്മിലുള്ള സ്നേഹം. അതൊരിക്കലും ഒരു സ്നേഹമല്ല. ആ സ്നേഹത്തിൽ ഒത്തിരി കുറവുകളുണ്ട്. അതിന് നമ്മൾ പറയും ഇറോസ് എന്നാണ് പറയുന്നത്. ഇറോസ്. ആ സ്നേഹം ശാശ്വതമായിട്ടുള്ള ഒരു സ്നേഹമല്ല. രണ്ടാമത്തെ സ്നേഹമാണ് നീ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന അടിസ്ഥാനത്തിൽ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം. ഈ സ്നേഹവും പ്രിയ മക്കളെ, ഈ സ്നേഹത്തിൽ കുറവുകളുണ്ട്. ഇതും വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സ്നേഹമല്ല, നന്മകളുള്ള ഒരു സ്നേഹമല്ല, വ്യവസ്ഥ വെച്ചുകൊണ്ടുള്ള സ്നേഹം. അതെപ്പോൾ വേണമെങ്കിലും മാറ്റപ്പെടാം. മൂന്നാമത്തെ ആ സ്നേഹത്തിനാണ് പറയുന്നത് ഫീലിയ എന്ന് പറയും. മൂന്നാമത്തെ സ്നേഹമാണ് അഗാപ്പെ. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുപോലെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതാണ് സ്നേഹമാണ് അഗാപ്പെ. ദൈവം മനുഷ്യനെ സ്വന്തം ജീവൻ നൽകി സ്നേഹിച്ചതുപോലെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹമാണ് അഗാപ്പെ. നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവൻ നിന്റെ മറ്റുള്ളവർക്ക് വേണ്ടി, നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നീ തയ്യാറാകുന്ന ഒരു സ്നേഹമാണ് അഗാപ്പെ. അതാ ദൈവിക സ്നേഹം. അവിടെ അസൂയയില്ല, അഹങ്കാരമില്ല, അനുചിതമായി ചിന്തിക്കുന്നില്ല, സ്വാർത്ഥമില്ല. ആ സ്നേഹം മുഴുവൻ നിഷ്കളങ്കമാ, ആ സ്നേഹം മുഴുവൻ നിർമ്മലമാ. ഇതുപോലെ സ്നേഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കട്ടെ പ്രിയ മക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, പെട്ടെന്ന് പറഞ്ഞു വിടുക സമയമില്ലാത്തത് കൊണ്ട്. ഒന്ന്, നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ വിശുദ്ധീകരണത്തിന് സഹനം. 2, മറ്റുള്ള രക്ഷയ്ക്ക്. 3, സഹനം സ്വർഗരാജ്യം അവകാശമാക്കുന്നതിന്. എവിടെയാണത് പറയുന്നത്? തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. സഹിക്കുമ്പോൾ സ്വർഗരാജ്യം കിട്ടുമെന്ന് വ്യക്തമായിട്ട് ഇവിടെ പറയുക. തെസ്സലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിന്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? മക്കളെ, ഇത് കേട്ടിട്ട് വിട്ടുപോകരുത്. ഇതങ്ങ് മാംസം ധരിക്കട്ടെ. ഞാൻ പല പ്രാവശ്യം മാംസം ധരിക്കട്ടെ എന്ന് പറയും. ഇത് ഉള്ളിൽ ഉൾക്കൊള്ളോ, ഇത് സത്യമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് നിന്നേ. ഒന്നുകൂടെ ഞാൻ വായിക്കാം വചനത്തിന് തന്നെ ശക്തിയാണ്. നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിന്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. തെസ്സലോനിക്കക്കാരോട് പൗലോസ് പറയുക. എന്നിട്ട് പറയുക, നിങ്ങൾ സഹിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് പാടണം. ദൈവരാജ്യത്തിന് വേണ്ടി ഞാനും നിങ്ങൾ സഹിക്കുന്നെങ്കിൽ ഇന്ന് നമ്മൾ സന്തോഷത്തോടെ പാടുന്ന ഒരു പാട്ടുണ്ട്. ഏതാ പാട്ട്? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, നിത്യതേജസ്സിൻ കാലമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. ആത്മാർത്ഥതയോടെ പാടിക്കല്ല മക്കൾ, സന്തോഷത്തോടെ പാടിക്ക. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട സമയം. ആ സഹനങ്ങളിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ഉറപ്പ്. പാടിക്കെല്ലാവരും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. ശക്തിയോടെ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല, നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീ സാരമില്ല. കൈയടിച്ച
സന്തോഷത്തോടെ സകലങ്ങളിൽ ദുഃഖിക്കരുതിനി, സ്വർഗരാജ്യം നിനക്ക് ഉറപ്പ്. യേശുവിനെ നന്ദി പറഞ്ഞ് പാടുന്ന അഭിഷേകത്തിലേക്ക് വന്നേ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ കടന്നു വരും. അങ്ങനെ കടന്നു വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ പെട്ടെന്ന് എളിമപ്പെട്ടുകൊള്ളണം. ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊള്ളണം. ഞാൻ പാപിയാണ് യേശുവേ. അഹങ്കാരത്തിൻ്റെ ചിന്ത തിന്മ കൊണ്ടുവരുന്ന മനസ്സിന് അഹങ്കാരമാണ് നമ്മളെ പലപ്പോഴും നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞു. ഒരു ബ്രദറിൻ്റെ അനുഭവം പ്രിയ സഹോദരങ്ങളെ പെട്ടെന്ന് പറയുകയാണ്. ആ ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ബ്രദർ. അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്ക് പോകുമ്പോൾ ആ വീടുകളൊക്കെ അഭിഷേകം പ്രാപിക്കും. ക്യാൻസറുകളൊക്കെ മാറ്റപ്പെടുന്ന അതുപോലെ ഒരു അഭിഷേകമുള്ള ഒരു ബ്രദറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. വളരെ തീക്ഷ്ണതയോടെ യേശുവിന് വേണ്ടി ജീവിച്ച് മുന്നോട്ട് പോകും. അദ്ദേഹം പ്രാർത്ഥിച്ച് മഴ പെയ്യിച്ചിട്ടുണ്ട്. ഒരു ദിവസം വേറൊരു സ്റ്റേറ്റിൽ പോയപ്പോൾ അവിടെ ഒരു ദേവാലയത്തിൽ പ്രിയമക്കളെ വചനം പ്രഘോഷിക്കുവാൻ ചെന്നതാണ്. അപ്പോൾ അവർക്ക് മുറി വേറൊരു സ്ഥലത്തേക്കാണ് അവർക്ക് മുറി അറേഞ്ച് ചെയ്തത്. അവിടെ ആ മുറിയിലേക്ക് അവർ കടന്നു ചെല്ലുമ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ ഇങ്ങനെ പറയുകയാണ്, കളിയാക്കി പറയുകയാണ്, വലിയ പ്രാർത്ഥനക്കാർ പ്രതീക്ഷ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ ശക്തി വയ്ക്കേണ്ട ഒരു കാര്യം ഇവിടെ മഴയില്ല, മഴ പെയ്യിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചത് പോസിറ്റീവായിട്ട് തന്നെ ഈ മനുഷ്യനെടുത്തു. അതെ, തമ്പുരാൻ ഇത് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് ചിലപ്പോൾ ഇത് മിക്കവാറും യേശു തന്നെ പറയുന്നത് പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കാൻ ഇവിടെ മഴയില്ല. പോസിറ്റീവായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഈ മകൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ പള്ളിയുടെ ആ മുൻവശത്തുള്ള ആ സ്റ്റെപ്പിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നിങ്ങൾ വരുന്നോ? വിശ്വാസം അന്ന് വളരെ അഭിഷേകമായി മകൻ ഓർക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല പോയി. പ്രിയ സഹോദരങ്ങളെ, അവിടെ നിന്ന് മറ്റുള്ളവർ വന്നില്ല. ഈ മകൻ ഒറ്റയ്ക്ക് പോയി. അവിടെ രാവിലെയും മുതൽ ഈ മകൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഉച്ച സമയമായി കണ്ടോ, മണിക്കൂറുകൾ ഉച്ച സമയമായപ്പോൾ മഴമേഘങ്ങൾ വരാൻ തുടങ്ങി. അവിടെ വലിയ മഴ പെയ്യുകയാണ്. ആ മകൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മകനിൽ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മകനിൽ ഒരു ചിന്ത പോയി. ആ മകൻ പറഞ്ഞതാ, ഞാൻ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, ഇനി മരിച്ചവരെ ഉയർപ്പിച്ചാൽ മതി. കണ്ടോ, അഹങ്കാരത്തിൻ്റെ ഒരു ചിന്ത പോയി. അതോടുകൂടി ആ മകൻ തളരാൻ തുടങ്ങി, തകർന്നു പോയി. കുടുംബജീവിതമൊക്കെ തകർന്നു പോയി. എത്രമാത്രം ഔന്നത്യത്തിൽ നിന്ന മകന. അതുകൊണ്ട് ഇതൊക്കെ മൺകുടങ്ങളില്ല. എത്രമാത്രം പ്രാർത്ഥിക്കുന്നവരായിക്കൊള്ളട്ടെ, എത്രമാത്രം ആത്മീയ അഭിഷേകമുള്ളവരായാലും ഈ ഒരു താഴ്മ വേണം. ഇത് മൺകുടങ്ങളിലാണ്. എൻ്റെ തമ്പുരാൻ എന്നെ കൈവിട്ടാൽ ഒന്നുമില്ല. അതുകൊണ്ട് തീഷ്ണതയോടെ എപ്പോഴും യേശുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമേ എന്നോർപ്പിക്കുകയാണ്. ഇനി നമുക്കറിയാം, സഹനം ദൈവമഹത്വത്തിനാണ്. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 3 വരെ. ജന്മനാ അന്ധൻ. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണോ? ഇവൻ്റെയും ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയും ഇവൻ്റെ മാതാപിതാക്കന്മാരുടെ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകരുത്. അല്ലേ? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. കുറേ കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ല. ദൈവമഹത്വത്തിന് ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. അവസാനമായി, സഹനം പാപത്തിൻ്റെ ഫലമായും. സഹനങ്ങൾ ഉണ്ടാവുമോ? പാപത്തിൻ്റെ ഫലമായി സഹനം ഉണ്ടാവുമോ? സഹനം ഉണ്ടാകും. പാപത്തിൻ്റെ ഫലം ചിന്തിക്കണം. ആദവും പാപം ചെയ്തപ്പോഴല്ലേ അവർക്ക് സഹനങ്ങൾ ഉണ്ടായത്, അല്ലേ? സ്വന്തം ദൈവത്തെ മറന്നു പോയ അവസ്ഥയിൽ ഇസ്രായേൽ ജനം മുഴുവൻ പോകുമ്പോഴാണ്, പാപം ചെയ്യുമ്പോഴാണ് അവർ മറ്റു ജനതകളുടെ ഇടയിൽ സഹനങ്ങളിലൂടെ കഷ്ടതകളിലൂടെ കടന്നുപോയത്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ തിരിച്ചറിയണം, പാപം ചെയ്ത് നമുക്ക് സഹനങ്ങൾ ഉണ്ടാകാം. ആ സഹനങ്ങൾക്ക്
ദൈവത്തിന് യാതൊരു വിധമായിട്ടുള്ള അതിലൊരു പങ്കുമില്ല. ഓർക്കണം, അത് നമ്മുടെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ് സഹനങ്ങൾ. അങ്ങനെയും സഹനങ്ങൾ വന്നത് നല്ലതാണ്. എന്തിനാ? അങ്ങനെ വന്നെങ്കിലേ അവസാനം ഒരു ധ്യാനത്തിലെങ്കിലും വന്ന് കൂടുകയുള്ളൂ അല്ലേ? കഷ്ടതയിലൂടെ കടന്നു ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവസാനം ധ്യാനം വന്ന് കൂടി അനുഗ്രഹം പ്രാപിച്ച് പോകുന്നവരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണമേ, ഈ ഇങ്ങനെയുള്ളതായ പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ തകർച്ചകൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മളെ 4 രീതിയിലുള്ള മരണത്തിലേക്ക് നയിക്കും. 4 രീതിയിലുള്ള മരണം. അതേതൊക്കെയാണ്? ഒന്ന് ആധ്യാത്മിക മരണം. പാപത്തിൻ്റെ ഫലമായിട്ട് തകർച്ച 4 തലങ്ങളിൽ ഉണ്ട്. ഒന്ന് ആധ്യാത്മികമായ മരണം. അത് പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ളതായ ബന്ധം നഷ്ടപ്പെടും, പാളിച്ചകൾ ഉണ്ടാകും, ദൈവകൃപ അവന് നഷ്ടപ്പെടും. അവന് ആധ്യാത്മിക മരണത്തിന് ശേഷം അതിനെ തുടർന്ന് മാനസിക മരണം. അവൻ്റെ പാപം ചെയ്യുന്ന വ്യക്തിയുടെ മനസമാധാനം നഷ്ടപ്പെടും, അവന് പിരിമുറുക്കം വർദ്ധിക്കും, അവന് നിരാശയുണ്ടാകും, അവന് കുറ്റബോധമുണ്ടാകും. വീണ്ടും എന്താ സംഭവിക്കുന്നത്? ഈ മാനസിക മരണം ധാർമ്മിക മരണത്തിലേക്ക് കൊണ്ടുപോകും. അവൻ്റെ മനസാക്ഷി മരവിക്കും, തെറ്റും ശരിയും എന്തെന്ന് വിവേചിച്ചറിയാൻ സാധിക്കാതെ വരും. എല്ലാറ്റിനെയും ന്യായീകരിക്കുന്നതായ മനോഭാവം അവനിലുണ്ടാകും. മറ്റുള്ളവരുടെ മേൽ അവർ കുറ്റനാരോപിക്കും, മറ്റുള്ളവരുടെ മേൽ. അത് എങ്ങോട്ട് പോകും? ധാർമ്മിക മരണം അവസാനം ശാരീരിക മരണത്തിലേക്ക് കൊണ്ടുപോകും. അത് രോഗങ്ങളായി, അപകടങ്ങളായി, ശരീരത്തിൻ്റെ രോഗങ്ങളായി, അപകടങ്ങളായും മരണം സംഭവിക്കും. ഈ മരണം എന്ന് പറഞ്ഞ തകർച്ചകൾ സംഭവിക്കുകയാണ്. കണ്ടോ, പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ തകർച്ചകളുടെ കാര്യമായി പറയുന്നത്. അതുകൊണ്ട് പാപം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗം ഇത്രയേ ഉള്ളൂ. അതിനുള്ള പരിഹാര മാർഗം, ഈ പാപത്തിൻ്റെ ഫലമായാണ് നിനക്ക് തകർച്ചകൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ പരിഹാര മാർഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യം, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും. പശ്ചാത്തപിച്ചാൽ നിങ്ങൾക്ക് രക്ഷ നേടാം. പശ്ചാത്താപത്തിന് പല ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇതിവിടെ പറഞ്ഞു നിർത്തിക്കോളാം, തെറ്റുപറ്റിയെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ്. 2, തിരുത്തുവാനുള്ള ആഗ്രഹവും തീരുമാനവും നിങ്ങൾക്കുണ്ടാകണം. തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുവാനുള്ള ആഗ്രഹവും തീരുമാനവും രണ്ടാമത് നിങ്ങൾക്കുണ്ടാകണം. മൂന്നാമതായി തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം. ഏത് സാഹചര്യത്തിലാണ് തിന്മയിലേക്ക് പോകുന്നത്, ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള മനോഭാവം, സന്നദ്ധത നിങ്ങൾക്കുണ്ടാകണം. നാലാമതായി പരിഹാരം ചെയ്യുവാനുള്ള ഒരു തീരുമാനവും നിങ്ങൾക്കുണ്ടാകണം. ഇതാണ് പശ്ചാത്താപത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1, തെറ്റുപറ്റിയെന്നുള്ള തിരിച്ചറിവ്. 2, തിരുത്തുവാനുള്ള ആഗ്രഹവും തീരുമാനവും. 3, തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനുള്ള സന്നദ്ധത. 4, പരിഹാരം ചെയ്യുവാനുള്ള തീരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അതുകൊണ്ട് സഹനം നമ്മുടെ വിശുദ്ധീകരണത്തിന്, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക്, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ, അഹങ്കരിക്കാതിരിക്കുവാൻ, ദൈവമഹത്വത്തിന് അവസാന സഹനത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായും നമ്മൾ ചിന്തിക്കുക. പാപത്തിൻ്റെ ഫലമായെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കുക. ബാക്കിയുള്ള സഹനങ്ങളാണെങ്കിൽ സ്വർഗരാജ്യം ഉറപ്പ്, നിങ്ങളുടെ വിശുദ്ധീകരണം, മറ്റുള്ളവരുടെ രക്ഷ, ഇതെല്ലാം ഉണ്ടാവുകയാണ്. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമുക്ക് എഴുന്നേക്കാം. വചനം നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നു നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെല്ലാം മാറ്റി പ്രത്യാശ ഉണർവ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകി. ഒരിക്കലും നമ്മൾ മരിക്കേണ്ടവരല്ല, നിരാശപ്പെടേണ്ടവരല്ല. നിൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ സ്വർഗരാജ്യം നിനക്ക് കിട്ടും, മറ്റുള്ളവർ രക്ഷപ്പെടും, നിൻ്റെ സ്വന്തം വിശദീകരണം ഉണ്ടാകും, ദൈവമഹത്വത്തിനായി ഭവിക്കും. ഇതോർത്തുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. ഈ മക്കളിലേക്ക് ഇറങ്ങി വന്നതിനായി സ്തോത്രം. വചനത്തിന്റെ ശക്തിയിൽ മക്കളെ നിറച്ചതിനായി സ്തോത്രം. പ്രത്യാശ നിറച്ചതിനായി സ്തോത്രം. നിരാശ വിട്ടുമാറിയതിനായി സ്തോത്രം. വിശാദിന്റെ ശക്തിയിൽ ആട്ടിയുറച്ചതിനായി സ്തോത്രം. നന്മകൾ കൊണ്ട് ഈ മക്കളുടെ മനസ്സിനെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.